വി മുരളീധരൻ ബി.ജെ.പി. നേതാവാണ്. ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്, കേരളത്തിലെ മുതിർന്ന ബി.ജെ.പി. നേതാവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടിരുന്നു. തിരുമല അനിൽ ബി.ജെ.പി. കൗൺസിലർ അദ്ദേഹം മരണപ്പെട്ടു. മരണം തന്നെ വിവാദമായിട്ടുണ്ട്, ചർച്ചയായിട്ടുണ്ട്. അതേക്കുറിച്ചാണ് മാധ്യമങ്ങളെ കണ്ടത്. അതിനു മുമ്പ് അദ്ദേഹം എഴുതിയ മരണക്കുറിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. ആ മരണക്കുറിപ്പിൽ പറയുന്ന വാചകം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. FD ഇട്ടിട്ടുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവരുടെ പണത്തിന് ആവശ്യത്തിലധികം സമ്മർദ്ദം തരുന്നു. നമുക്ക് തിരിച്ചു പിടിക്കാൻ ധാരാളം തുകയുണ്ട് എന്ന് വെച്ചാൽ ഒരുപാട് തുക ലോൺ കൊടുത്തിട്ടുണ്ട്, വായ്പ കൊടുത്തിട്ടുണ്ട്, അത് തിരിച്ചു പിടിക്കണം, അത് ധാരാളമുണ്ട് തിരിച്ചു പിടിക്കാൻ എന്നാണ് തിരുമല അനിൽ മരണക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. നമ്മുടെ ആൾക്കാരെ എന്ന് വെച്ചാൽ ബി.ജെ.പിയുടെ ആൾക്കാരെ എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. തിരുമല അനിൽ ബി.ജെ.പി. നേതാവാണ്. ബി.ജെ.പിയുടെ വളരെ പ്രധാനപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ നേതാവാണ്. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. മറ്റ് നടപടികൾ കൊണ്ടും ഒന്നും പോകാതെ പല അവധി പറഞ്ഞ് തിരിച്ചടയ്ക്കാൻ കാലതാമസം ഉണ്ടാക്കി. ഞാനോ ടി സംഘത്തിലെ ഭരണസമിതിയോ യാതൊരു ക്രമക്കേടും ഈ സംഘത്തിൽ ഉണ്ടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ്. ഇതിൽ അദ്ദേഹം വ്യക്തമായി പറയുന്നു, നമ്മുടെ ആൾക്കാരാണ് ചതിച്ചത്. നമ്മുടെ ആൾക്കാർക്ക് ഒരുപാട് വായ്പ നൽകി. ആ വായ്പയൊന്നും കൃത്യസമയത്ത് തിരിച്ചടച്ചില്ല. നിരവധി തവണ അവരെ കാണാൻ പോയി. ധാരാളം തുക ലഭിക്കാനുണ്ട്. ഓരോ അവധി പറഞ്ഞ് അവർ നീട്ടി കൊണ്ടുപോവുകയാണ്. പണം തിരിച്ചടയ്ക്കുന്നില്ല. അതേസമയം മറുപുറത്ത് നിക്ഷേപകർ പണം തിരിച്ച് ആവശ്യപ്പെടുന്നു. അവർക്ക് കൃത്യസമയത്ത് പണം കൊടുക്കാൻ കഴിയുന്നില്ല. ബാങ്കിൽ എന്തോ പ്രതിസന്ധി ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് നിക്ഷേപിച്ച തുക തിരിച്ചു കിട്ടാൻ വലിയ സമ്മർദ്ദം ചെലുത്തുന്നു ഭാരവാഹികളുടെ മേലിൽ. ഇതാണ് കത്തിൻ്റെ ഒരു ഉള്ളടക്കം. നമ്മുടെ ആൾക്കാരെ സഹായിച്ചത് കൊണ്ട് പറ്റിയതാണ് എന്ന് കൃത്യമായി പറഞ്ഞു വെക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ആൾക്കാർ ആരാണ് എന്ന് ചോദ്യം വരും. ബി.ജെ.പി. നേതാവായതുകൊണ്ട് ബി.ജെ.പി. പ്രവർത്തകരും നേതാക്കളുമായിരിക്കും എന്നാണ് എല്ലാവരും കരുതുക. അതാണ് ശരി. പക്ഷേ വി മുരളീധരനെ ഈ നമ്മുടെ ആൾക്കാർ ആരാണ് എന്ന് മനസ്സിലായിട്ടില്ല. അത് നമുക്കൊന്ന് കേൾക്കാം. അതെ, ഒപ്പം നിന്നെന്ന് പറഞ്ഞാൽ വായ്പ കൊടുത്ത ആൾക്കാർ ബി.ജെ.പി. അതിൽ പറഞ്ഞിട്ടില്ല. നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ എന്ന് പറഞ്ഞാൽ ആരാ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയുണ്ടോ? അതായത് അദ്ദേഹം ഒരു സഹകരണ സംഘം നടത്തുന്നു. ആ സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്ന എല്ലാവരും അത് സഹകരണ സംഘത്തിലെ അംഗങ്ങളായിരിക്കും. അംഗങ്ങളായിട്ടുള്ള ആളുകള് തിരിച്ചടക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് കൊടുക്കുന്നത്. ആൾക്കാരൊക്കെ അവർക്ക് ആ പ്രസിഡന്റിന് വേണ്ടപ്പെട്ട ആളായിരിക്കും. അല്ലല്ല, അതായത് വായ്പ എടുക്കുന്ന ആൾ മുഴുവൻ നമ്മളെ ആൾ എന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു സഹകരണ സംഘത്തിൽ വായ്പ കൊടുക്കുന്നത് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിന്റെയും വിശ്വാസത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ആ ആൾക്കാരെ അദ്ദേഹം നമ്മുടെ ആൾക്കാർ എന്ന് പറയുന്നതിൽ എന്താ തെറ്റ്? അതിൽ രാഷ്ട്രീയ ഒരു ആരോപണമായിട്ട് AKG സെന്ററിലെ പുതിയ എന്താ അതിന്റെ പേര് ക്യാപ്സ്യൂൾ, ആ ക്യാപ്സ്യൂൾ എന്തിനാ നിങ്ങളെല്ലാരും ഉപയോഗിക്കുന്നത്? അല്ല, ആത്മഹത്യാക്കുറിപ്പിൽ ബി.ജെ.പി. ഇല്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഞാനത് എന്റെ സുഹൃത്തെ, ഞാൻ ഇത്രയും നേരം വിശദീകരിച്ചത് വീണ്ടും ഈ വെയിലത്ത് നിന്ന് നിങ്ങൾക്ക് ആവർത്തിക്കണോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഒന്നും കൂടി കേട്ടാൽ മതി. ബി.ജെ.പിയെ കടുത്ത പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ് തിരുമല അനിലിന്റെ മരണം. ജനകീയനായ നേതാവായിരുന്നു. ബി.ജെ.പിയുടെ സഹകരണ സംഘം, ആ സഹകരണ സംഘത്തിലെ ക്രമക്കേട്, അദ്ദേഹത്തെ തുടർന്നുണ്ടായ സമ്മർദ്ദം, അതാണ് അദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് നയിച്ചത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. CPIM നേതാക്കളും പ്രവർത്തകരും ഭീഷണിപ്പെടുത്തിയതാണ്, പോലീസ് ഭീഷണിപ്പെടുത്തിയതാണ് തിരുമല അനിലിന്റെ മരണകാരണം എന്നാണ് ബി.ജെ.പി. നേതാക്കൾ ഇപ്പോൾ പറയുന്നത്. അവരുടെ സംഘം അവർ നൽകിയ വായ്പകൾ, അവർക്ക് എന്ന് വെച്ചാൽ ബി.ജെ.പി. നേതാക്കൾ നൽകിയ വായ്പകൾ അത് കൃത്യസമയത്ത് തിരിച്ചടക്കാത്തത് കൊണ്ടുള്ള പ്രതിസന്ധിയാണ് എന്ന് സമ്മതിക്കാൻ അവർക്കാവില്ല. സ്വാഭാവികമാണ്. കാരണം തിരുവനന്തപുരത്ത് കോർപ്പറേഷനിൽ ഇലക്ഷൻ വരാൻ പോകുന്നു, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. സ്വാഭാവികമായും തിരുവനന്തപുരത്തെ കോർപ്പറേഷനിൽ നിർണായക ശക്തിയായി മാറാൻ ബി.ജെ.പി. ശ്രമിക്കുന്നുണ്ട്. അതിലൊക്കെ ഏറ്റ കനത്ത തിരിച്ചടിയാണ്. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മറികടക്കണം. അതിനുവേണ്ടി മരണകാരണം CPM പ്രവർത്തകരുടെ സമ്മർദ്ദമാണ് എന്നും
പോലീസിന്റെ ഭീഷണിയാണ് എന്നും വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ വി മുരളീധരൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വി മുരളീധരന്റെ പഴയൊരു പരാമർശമുണ്ട്. പെട്രോൾ വില വർദ്ധിപ്പിച്ചതിന്റെ കാലത്ത് എല്ലാവർക്കും അത് ഓർമ്മയുണ്ടാകും, പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതേപോലെ ഇനിയിപ്പോൾ മാധ്യമങ്ങൾക്ക് ട്രോളാൻ ഈ പരാമർശങ്ങൾ, ഈ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ ഈ ബൈറ്റ് ഉപകരിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ വി മുരളീധരൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് രാജീവ് ചന്ദ്രശേഖർ മാധ്യമപ്രവർത്തകരോട് ചൂടായി സംസാരിച്ചത് ഇതേ വിഷയത്തിൽ. BJPയെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് എന്നതിന് തെളിവാണ് വി മുരളീധരന്റെയും രാജീവ് ചന്ദ്രശേഖരന്റെയും വാക്കുകൾ. തിരുവനന്തപുരത്ത് വലിയ പ്രതിസന്ധി BJPക്ക് ഈ മരണം ഉണ്ടാക്കിയിട്ടുണ്ട്. BJPയുടെ വിജയസാധ്യതയെ, വാർഡുകളിലെ വിജയസാധ്യതയെ ഇക്കാര്യം ഗുരുതരമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുകൊണ്ട് തന്നെയാണ് BJP നേതാക്കൾ ഇത്രയും വെപ്രാളപ്പെടുന്നത്. ഇങ്ങനെയുള്ള പരാമർശങ്ങൾ നടത്തി സംഭവത്തിന്റെ ഗൗരവം കുറച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ ഈ പരാമർശങ്ങളെല്ലാം സംഭവത്തിന്റെ ഗൗരവം കൂട്ടിക്കൂട്ടി വരികയാണ് എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല. അതുതന്നെയാണ് BJPക്ക് വലിയ തിരിച്ചടിയായി മാറുന്നത്.